അങ്ങനെ ലവ് ലേക്കിൻ്റെ പാർക്കിങ്ങിലൊക്കെ ഇത് വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നടന്നു പോയതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളതൊന്നും തോന്നുന്നു. അതിൻ്റെ കുമ്പിട്ട് കിടന്നിട്ട് ആശാൻ പാൻ്റൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജുവാൻ ഹാങ്ഔട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇന്ന് ലവ് ലേക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാലമായി വരണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചൂടൊക്കെ അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട്. അധികം പക്ഷികളൊന്നും ഇല്ല, കുറച്ചൊക്കെ ഉള്ളു. ഫ്ലെമിഗോസിൽ അവിടെ നിൽക്കുന്നത് കാണാണ്ട, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനിയിപ്പോൾ ലവ് ലേക്കിൻ്റെ ഭാഗത്തേക്ക് കൂടി പോകണം. ഇത് കുതിര ലേക്കിൻ്റെ പാർട്ടുകളാട്ടോ. ഇവിടെ നോക്കി നമ്മൾ കാര്യം കാണിച്ചു തരാം. കണ്ട അമ്മത്താറാവ്, താറാവല്ല, ഇത് എന്തോ വേറെന്തോ ഒരു പേരെനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ കുട്ടികളുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ നിൽക്കുക. ജിജു പൊക്കോടെ, പൊക്കോ അങ്ങട്. ഫ്ലെമിഗോസിൻ്റെ സൗണ്ട് കേട്ടോ. കണ്ട മമ്മി ഫ്ലെമിഗോസിനെ? മീനുകളും ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇവിടെ അപ്പുറത്താണ് നിറച്ച് മീനുകളുള്ളത്. നമുക്ക് അവിടേക്ക് പോകണം ഇനി അങ്ങോട്ട്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. വഴിയിൽ ഇപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങോട്ട് കയറിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ UAE-യിലെ മനുഷ്യനിർമ്മിത ലേക്കാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ പറയും അത് ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കിയതാണെന്ന്. നല്ല അടിപൊളിയായിട്ട് ഉള്ള ലവിൻ്റെ ലേക്ക്, ലവിൻ്റെ ഷേപ്പുള്ള ലേക്കും അങ്ങനെ പല പേരുകളും ഇവിടെ ലേക്ക്. കുതിര ലേക്ക് ഉണ്ട്, ഫ്ലെമിഗോ ലേക്ക് ഉണ്ട്, പിന്നെ ലവ് ലേക്ക് ഉണ്ട്, എക്സ്പോ ലേക്ക് ഉണ്ട്. അങ്ങനെ പല ടൈപ്പുള്ള ലേക്കുകൾ ഇവിടെ ഫുൾ കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് എല്ലായിടത്തേക്കും പോവാം കേട്ടോ. ഇനി നമുക്ക് ലവ് ലേക്കിലേക്ക് പോവാം. പൊടി പറക്കുന്നുണ്ട്. ഇവിടേക്ക് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി 2-3 വട്ടമൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സീസണിൽ. ഈ തണുകാലയോട് കൂടി ഇപ്പം മമ്മിയും പപ്പി വന്നപ്പോൾ ഇവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. മീൻ പോണ്ട് കാണിച്ചു. ഇങ്ങോട്ട് വരുന്നില്ലേ? അച്ചടാ അതിന്റെ കുമ്പിട്ട് കിടന്നിട്ട് ആശാൻ ലവ് ലേക്കിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രസമുണ്ടല്ലേ? ഈ ഭംഗിയില്ലാത്ത പെണ്ണ് ഭംഗിയുള്ളതാണ്. കിളികളിൽ അങ്ങനെ ശാസ്ത്രം. നീ ഇഷ്ടപ്പെട്ട കാര്യം നല്ല രസമുണ്ടാണ്.
അവരുടെ ഉറങ്ങണ സ്ഥലം അത് ഏതാ? എന്തോരാന്ന് ആ വെയിലും അടിക്കാ വെയില്. നല്ല രസമാണ് വഴികൾ കാണാൻ. ഇവിടെ ലവ് ലേക്ക് 5 മണിക്ക് ശേഷം ക്ലോസ് ചെയ്യുന്ന പറഞ്ഞേക്കണ, അറിയില്ല. പോയി നോക്കാം നമുക്ക്. ഞാൻ മുന്നിലേക്ക് ഇരുന്നോട്ടെ, എന്നാലും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കൂടി ഇത്തിരി കൂടി നല്ലത്. ഞാൻ മുന്നിലേക്ക് ഈ പ്രൊമോഷൻ കിട്ടി. ഇവിടെയൊക്കെ നല്ല രസമായിട്ടായിരിക്കാൻ. ഇവിടെ ബാർബിക്ക് ചെയ്യാൻ പാടില്ല. കൊതുണ്ട് ഇവിടെ, വെള്ളമുള്ളതല്ലേ. ഇനി നമ്മള് കാട്ടിലേക്ക് നമുക്ക് ലവ് ലേക്കിക്ക് പോവാനി. കുറച്ചേരായി പറയണു ലവ് ലേക്ക് പോവാ, ലവ് ലേക്ക് പോവാന്ന്. ലവ് ലേക്കിക്ക് ഉള്ള വഴി ഉറപ്പത്തി കിട്ടിയിട്ടുണ്ട്. ഇനി ചെന്നെത്തണതായിരിക്കും ലവ് ലേക്ക് എന്ന് വിചാരിക്കാം നമുക്ക്. ഒരു ടൈപ്പ് ചെറിയ ഈച്ച എന്ന് വെച്ചാൽ ഇവിടെ വെള്ളമൊക്കെ ഉള്ളതല്ലേ. ജല്ലടക്കൂ പൊടി കയറും. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. നമ്മളങ്ങനെ ലവിലേക്ക് എത്തിയിട്ടുണ്ട്. ചായക്കട. അങ്ങോട്ട് പോകാം. ഓഫ് റോഡിങ് കാണാനപ്പം മണ്ണിന്റെ ഇടയിൽ കൂടെ ഒക്കെ എടുക്കണ്ടേ. എപ്പോഴാ വണ്ടി നിക്കാന്ന് ദൈവം തമ്പുരാൻ അറിയാന്ന്. ആൾക്കാരുണ്ട് ഉന്താനം, കാരണം കുഴപ്പമില്ല. മാനെ ക്രോസ് ചെയ്യണ സ്ഥലം എഴുതിയിട്ടുണ്ട്. ആ അവിടെ സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരും. വലുത് രണ്ടെണ്ണം. ആ ഭാഗത്തുനിന്നായിരിക്കും നമ്മുടെ മാനകളൊക്കെ വരാം. വെൽക്കം ടു ലവ് ലേക്ക്. അവിടെ ചെല്ലുമ്പോ അറിയില്ല. നമ്മളന്ന് പോയത് ഓർമ്മയില്ല. അറിയില്ല. എന്താ വെച്ചാ ഇവിടെ നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ 5 മണിക്ക് അടക്കുന്നാണ് പറയണേ. അറിയില്ല. ഫ്ലേമിഗോ ഫ്ലേമിഗോനെ കണ്ടു പറഞ്ഞേ. ആ കണ്ടു ഫ്ലേമിഗോനെ കണ്ടു അല്ലേ. അങ്ങനെ നമ്മള് പാർക്കിങ്ങിന്റെ അവിടേക്ക് എത്തിട്ടോ. കൂട്ടിട്ടൊന്നും ഇല്ലാന്നുണ്ട്. ഓക്കെയാണ്. എന്താണ് ഗൂഗിളിൽ അങ്ങനെ സമയമൊക്കെ കൊടുത്തിരിക്കണമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയ്ക്ക് കാണുന്നില്ല. അങ്ങനെ നമ്മള് പാർക്കിങ്ങിലേക്ക് പോവാറായിട്ടാ എത്താറായി. നോക്കി നോക്കാം എന്താണ് അടച്ചിട്ടുണ്ടോ ഇല്ല നോക്കാം. കിട്ടുമായിരിക്കും. ഇവിടെ അങ്ങനെ അടയ്ക്കാൻ പറ്റിയ സംഗതികളൊന്നും അല്ലാന്നാണ് അറിയാൻ പാടില്ല. നോക്കി നോക്കാം നമുക്ക്. അങ്ങടല്ലേ പോണ്ടത്, നടന്നു പോകുന്ന സ്ഥലം. നമ്മളങ്ങനെ ലവ് ലേക്കിൻ്റെ പാർക്കിങ്ങിലൊക്കെ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നടന്ന് പോയതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളതൊന്നും തോന്നണില്ല. എന്താ വെച്ചാൽ ഇവിടെ 5 മണി വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ക്ലോസിങ് ഒന്നും ഇല്ല കേട്ടോ.
ജിജു അതാണോ അത്? അതെപ്പാ നോക്കട്ടെ ഉണ്ണിനെ. രുചുവിന് അവിടെ ഒരു കുഞ്ഞു ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. അവളെ പിന്നാലെ പോണുണ്ട്. ജുജിത് അവരുടെ ഫാമിലിയുടെ കൂടെ പോയിട്ടുണ്ട്. എന്താ ചെയ്യാ, മീനോട് പോണുണ്ട്. പക്ഷെ ക്ലിയർ ഇല്ല. അവിടെ എവിടെയോ മീന് തീറ്റ കൊടുക്കണ സ്ഥലമുണ്ട്. വലിയ ഫിഷ് ഉണ്ട്. നല്ല വെയിലുണ്ട്. സമയം ഇപ്പൊ എത്ര മണിയാണ്ടപ്പാ? 6 മണിയാ? 6 മണിയായി. പക്ഷെ ഇവിടെ അങ്ങനെ വെയിൽ ഫുൾ പോയിട്ടില്ല കേട്ടോ. ഈ ടൈമിലെങ്കിലും ഇവിടെ എത്തണം, എന്നാലും എന്തെങ്കിലും ഒക്കെ കാണാൻ പറ്റുള്ളൂ നമുക്ക്. വീണ് പോ. വെള്ളത്തിലേക്ക് പോയിരിക്കോ? മീൻ പിടിച്ച് കൊണ്ടുപോകും. വെള്ളം ഭയങ്കര അഴുക്കായി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് പുഴയുടെ നടുക്കി കൂടെ ക്രോസ് ചെയ്യാം. അങ്ങനെ ഒരു അടിപൊളി സ്ഥലം കൂടി ഉണ്ട് ഇവിടെ. അമ്മ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രോസ് ചെയ്ത് ഇപ്പുറത്തൂടെ വരാതെ നമുക്ക് പോവാം. അപ്പം നമുക്ക് ഈ പുഴയിൽ കൂടെ നീന്തിയിട്ട് വേണം അങ്ങോട്ട് അപ്പുറത്തേക്ക് എത്താൻ. അവിടെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. പാൻ്റൊക്കെ ഉണ്ട്. പഴയ കൂടെ പറഞ്ഞാണ്ടോ? മാറി 10-30 വർഷം ബോംബെയിലൊക്കെ ജീവിച്ചോ. ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കണം. മമ്മി അവിടെ ഇറക്കണേ. ജുവാനെ കടിക്കും. മീമി കടിച്ചു കൊണ്ടുപോകും. ജുവാനെ ഒരു പാപ്പാന്ന് വിചാരിച്ച് കടിച്ചു കൊണ്ടുപോകണ്ടാ ജുജുവിനെ. നിന്റെ വലിപ്പുണ്ടോ ഓരോ മീൻ? വേണ്ടേട്ടാ മമ്മിയെ. അമ്മേ തൊട്ടെണ്ണത്തിന്
ഫിഷ് ഫീഡ് ചെയ്യുന്ന സ്ഥലം. ഇവിടെയാണ് അന്ന് നമ്മളെല്ലാരും കൂടിയിട്ട് നമുക്ക് ഫിഷ് ഫീഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം. ചെറിയൊരു നമ്മള് കഴിഞ്ഞ വട്ടം വന്ന സമയത്ത് ആന്റെ പൗണ്ണിന് എടുത്തോ വേണമെങ്കിൽ പേടിയാവും ചെറുതായിട്ട്, നല്ല കുഴപ്പമില്ല. ജുജു ഹലോ ഹായ്. എടുക്കാം. ഇതില് ഹാർട്ട് ഫുള്ള് വന്നിട്ടില്ല. വന്നിട്ടുണ്ട്. നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാം. ആലപ്പുഴ അവിടെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലവിലേക്ക് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇതുപോലുള്ള വരുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.